പശ്ചിമേഷ്യൻ സംഘർഷം ഒരു മാസം പിന്നിടുമ്പോൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഭയാനകമായ ഘട്ടത്തിലൂടെയാണ് യുദ്ധം കടന്നുപോകുന്നത്. ഇറാനെ നിലംപരിശാക്കാതെ തന്നെ പിന്നോട്ടില്ല എന്ന വാശിയിൽ തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും. അതിന്റെ പ്രതിഫലനം പശ്ചിമേഷ്യയിൽ ആകമാനം അലയടിക്കുന്നു എന്നതാണ് ഏറ്റവും വാസ്തവകരമായ കാര്യം. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തയ്യാറാണെങ്കിൽ പിന്നെ അവിടെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഇനിയാകട്ടെ ഇറാനെ അവിടെ കടലിലൂടെ തന്നെ ആക്രമിക്കാനാണ് ഇപ്പോൾ അമേരിക്ക തയ്യാറെടുക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ട്രംപ് അവിടെ ഒരുക്കിയിരിക്കുകയാണ് എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഏകദേശം 3500-ലധികം വരുന്ന നാവികരെയാണ് ഇതിനായി തന്നെ അവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കടലിൽ വലിയ രീതിയിൽ അവിടെ ഇറാന്റെ കപ്പലുകളെ ട്രംപ് ആകട്ടെ അവിടെ നിന്നുകൊണ്ട് ആക്രമിക്കുകയും അതിലൊരു സംശയവുമില്ല എന്നതാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ സൈനിക സന്നാഹം അവിടെ വലിയ രീതിയിൽ ശക്തമാക്കാനാണ് അമേരിക്ക ഒരുക്കം നടത്തുന്നത്. ഈ ഒരു കരയുദ്ധം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമാക്കി മാറ്റാനാണ് ഇപ്പോൾ അമേരിക്ക തയ്യാറെടുക്കുന്നത്. ഏകദേശം 3500 നാവികരും സൈനികരും അടങ്ങുന്ന USS ട്രിപ്പോളി എന്ന ആംഫിബിയസ് അസോൾട്ട് കപ്പൽ മേഖലയിൽ എത്തിയതായാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് ഇവിടെ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പൂർണ്ണ സജ്ജരായ സൈനികർക്കൊപ്പം മറ്റ് സിഹോക്ക് ഹെലികോപ്റ്ററുകൾ, ഒബ്സ്റെ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ, F-35 യുദ്ധവിമാനങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളടക്കം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ മേഖലയിലുള്ള 50,000 അമേരിക്കൻ സൈനികർക്ക് പുറമെയാണ് ഇപ്പോൾ പുതിയ ഒരു സംഘത്തെ കൂടി അവിടെ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും മറ്റൊരു കാര്യം. മാത്രമല്ല ഇത് ഇറാനിലേക്കുള്ള ഒരു കരയുദ്ധത്തിൻ്റെ ഒരു സൂചനയെന്ന ഒരു ശക്തമായ ഒരു ചർച്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജപ്പാൻ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന USS ട്രിപ്പോളി ആകട്ടെ തായ്വാൻ മേഖലയിലെ പരിശീലനം നിർത്തിവെച്ചുകൊണ്ട് അടിയന്തരമായിട്ടാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റുബിയോ നിലവിൽ കരയുദ്ധത്തിനുള്ള സാധ്യതകളെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ട്രംപ് ആകട്ടെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്, അണിയറയിൽ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്ന സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചതിന് ശേഷമാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത്. എങ്കിലും സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് തീരുമാനമെടുക്കാൻ പ്രസിഡന്റിന് കൂടുതൽ സൗകര്യം ഒരുക്കാനാണ് ഈ സൈനിക വിന്യാസമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ഏലിയറ്റ് സമീപമാകട്ടെ US സൈന്യം നിലയുറപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിഷയത്തോടിപ്പോൾ ഇറാൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. നരകത്തിലേക്ക് സ്വാഗതം എന്ന തലക്കെട്ടോടെയായിരുന്നു ഇവിടെ ടെഹ്റാനിലെ ഒരു മാധ്യമം ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ഇറാൻ മണ്ണിൽ കാലുകുത്തുന്ന അമേരിക്കൻ സൈനികർ ഇനി ശവപ്പെട്ടികളിലെ മടങ്ങൂ എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു നൽകിയത്. നിലവിൽ 10,000-ഓളം അധിക സൈനികരെ കൂടി മേഖലയിലേക്ക് അയക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതികരണം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഇറാനിൽ നിന്നും ഒരു മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് ഇക്കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം ഗൾഫ് മേഖലയാകട്ടെ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.